ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ അടുത്തമകലമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. യേശുക്രിസ്തുവിന്റെ വരവിന് മുന്നോടി എന്ന വണ്ണം സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഈ സന്ദേശവുമായി ഉച്ചകഴിഞ്ഞ സമയം നിങ്ങളുടെ കാതുകളിൽ എത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത്. മനുഷ്യന്റെ ഓട്ടം മുഴുവൻ പലതിനെ നേടുവാനും വിജയിക്കുവാനുള്ള തിരക്കിനിടയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യജീവിതം മുഴുവൻ സകലതിനെയും വിട്ടുപിടിക്കുവാനുള്ള യാത്രയാണ്. എന്നാൽ മനുഷ്യൻ തോറ്റുപോകുന്ന ഒരേ ഒരു സ്ഥലമാണ് മരണം എന്നുള്ളത്. മരണത്തെ ജയിക്കുവാൻ ഒരു മനുഷ്യനും ഇതുവരെയുമായി സാധിച്ചിട്ടില്ല. എന്നാൽ മരണത്തിനപ്പുറമായി ഒരുപാട് നാളുകൾ മരണത്തിന് ജയിച്ചുകൊണ്ട് ജീവിക്കാം എന്ന് കണ്ടുകൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ മനുഷ്യൻ സകലം നേടുമ്പോഴും മരണത്തെ വരെ നേടുവാനും അതിനതിജീവിക്കുവാൻ വേണ്ടി ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 9-27 വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതുണ്ട്. അപ്പൊ മരണത്തെ മാറ്റുവാൻ മനുഷ്യൻ നോക്കുമ്പോൾ ദൈവം നിയമിച്ചു വെച്ചിരിക്കുന്ന ഈ മരണത്തെയാണ് മാറ്റുവാൻ നോക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ളത്. അപ്പൊ മരണത്തെ മാറ്റുവാൻ മനുഷ്യന് സാധ്യമല്ല. എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുന്ന, മരണത്തെ മാറ്റുവാൻ കഴിയുന്ന, മരണത്തിനപ്പുറമായ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ദൈവികമായ സന്ദേശമാണ് ഈ സമയം ഞാൻ വിളിച്ചറിയിക്കുന്ന സുവിശേഷ സന്ദേശങ്ങൾ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സന്ദേശമല്ല, എല്ലാവരും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശമല്ല സുവിശേഷ സന്ദേശങ്ങൾ. ഞങ്ങളൊക്കെ ഇതിനെ എതിർത്ത് നടന്ന ആളുകളായിരുന്നു. ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ ഏറ്റവും അധികമായി നിന്ദിച്ചുള്ള ആളായിരുന്നു ഞാനും. പണിയൊന്നില്ലാത്ത ആളുകളുടെ പണിയാണ്, പണമുണ്ടാക്കുന്ന മാർഗമാണ് സുവിശേഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ഏറ്റവും അധികമായി കല്ലെറിഞ്ഞ ഒരാളായിരുന്നു ഞാനും. എന്നാൽ സത്യം അറിയുകയും സത്യം നിങ്ങൾ സ്വതന്ത്രമാക്കി എന്നാണ് തിരുവെടുത്ത് പറയുന്നത്. എന്താണ് സത്യമെന്നറിയാതെ, ആരാണ് സത്യമെന്നറിയാതെ, ആരാണ് ദൈവമെന്നറിയാതെ മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ പോകാൻ കഴിയില്ല എന്ന് യേശു തന്റെ വാമൊഴിയിൽ പറയുവാനിട വന്ന്. ഇന്ന് മനുഷ്യൻ പിതാവിന്റെ അടുക്കൽ പോകുവാൻ കഴിയുന്ന ഏക മാർഗം നല്ല പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ, നല്ല ദാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിതാവിന്റെ അടുക്കൽ പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം പാപത്തിലായിരിക്കുമ്പോൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാതെ ഒരു മനുഷ്യനും പിതാവിന്റെ അടുക്കൽ പോകാൻ കഴിയത്തില്ല. പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ രക്തശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. പാപത്തിൽ രസിക്കുന്ന രക്തശുദ്ധീകരണം നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ കൊണ്ട് പരിശോധിച്ച് രക്തം മാറ്റിക്കൊണ്ട് പുതിയ രക്തത്തെ കയറ്റിക്കഴിഞ്ഞാൽ പിന്നെയും പാപത്തിന്റെ രക്തമാണ് നമ്മുടെ അകത്ത് വരുക. എന്നാൽ പാപമില്ലാത്ത യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത ഒരു മനുഷ്യന്റെ പാപത്തെ മാറ്റുവാൻ കഴിയുന്നതല്ല. ഞങ്ങളുടെയൊക്കെ ജീവിത ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ പടുക്കുലാർ ജീവിതമായിരുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്ത് ഞങ്ങൾ ഭരിക്കുന്ന കഞ്ചാവിനകത്ത് സന്തോഷം കണ്ടെത്തിക്കൊണ്ട് ജീവിച്ച ജീവിതമായിരുന്നു. ഞങ്ങൾ പറയുന്ന അപ്പുറമായി ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അനുസരിപ്പിക്കുന്ന ജീവിതമായിരുന്നു. ഞങ്ങളെ വിടുവിക്കാൻ ഒന്നിനും കഴിയാതെ വന്നപ്പോൾ ഞങ്ങളെ തേടി വന്ന സുവിശേഷമാണ്, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുവോരങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തരും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും അടങ്ങും, എല്ലാ നാമം പാടും ഒരിക്കൽ യേശു മാത്രം കർത്താവെന്ന്. അപ്പൊ നിത്യമായ ഒരു ജീവനിലേക്ക് നാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിന്റെ മോചനം പ്രാപിക്കണം. മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് എല്ലാ മനുഷ്യനും അറിയാം. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ പാപിയാണ് എന്നും മനുഷ്യന്റെ ആത്മാവിന് മരണമില്ല എന്നും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്.
ചില ആളുകൾ പറയുന്നത് മനുഷ്യന്റെ ആത്മാവ് ഇനിയൊരു ജീവിതമുണ്ട്, അത് പട്ടിയാട്ടും പുഴുവാട്ടും പല്ലിയാട്ടും പാമ്പാട്ടും ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുന്നു പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ഒരു മനുഷ്യന്റെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് യേശുക്രിസ്തുവിലായിരിക്കുന്ന ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിൽ മറയുകയും അല്ലാത്ത സകല മനുഷ്യരും യാതൊരായ സ്ഥലത്തേക്ക് പോകുകയും അതിനുശേഷം ഒരു ന്യായവിധി നമ്മെ കാത്തു നിൽക്കുകയും ആ ന്യായവിധിക്ക് ശേഷം നിത്യമായ രണ്ടാം മരണമായ തീപ്പൊയിലായി മനുഷ്യൻ എത്താൻ പോകുന്നത്. ആ തീപ്പൊയ്യിൽ നിന്ന് ഒരു വിടുതൽ നൽകുന്ന സന്ദേശമാണ് സുവിശേഷ സന്ദേശമെങ്കിൽ ഇതിനെ പലരും കളിയാക്കാറുണ്ട്, നിന്ദിക്കാറുണ്ട്. ഇതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ ഇപ്പം പറയുമ്പോൾ ഇതിനെ അവഗണിക്കുന്ന ആളുകൾ കാണുമായിരിക്കെങ്കിലും നിങ്ങൾ ഈ സന്ദേശം നിങ്ങളുടെ കാതിൽ പിന്നെയും പിന്നെ മുഴുകി കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആത്മാവിന്റെ വില മുഴു ലോകത്തേക്കാൾ വലുതാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി എന്താണ് പ്രയോജനമെന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി ചോദിക്കുന്നു. ഇതെല്ലാം നേടുമ്പോഴും നിങ്ങളുടെ ആത്മാവ് നിത്യമായ നരകക്കാറ്റ് എത്തുക എന്നുണ്ടെങ്കിൽ എന്താണ് പ്രയോജനം ബൈബിൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഈ ആത്മാവിന് എവിടെയാണ് ചെന്ന് എത്തുക എന്നുള്ളത്. മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രാർത്ഥനകളും കർമ്മങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥനകളും കർമ്മങ്ങളൊന്നും ഒരു മനുഷ്യന്റെ ആത്മാവിനെ നിത്യമായ ജീവനിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്താലും തീയത് ചെയ്താലും തക്കതായ പ്രതിഫലം വാങ്ങുവാൻ എല്ലാ മനുഷ്യനും ഒരിക്കൽ ന്യായാസനത്തിന് മുന്നിൽ വെളിപ്പെടണം. ഞാനും നിങ്ങളും എല്ലാം ഒരിക്കൽ മുഖാമുഖം കാണുന്ന ഒരു ദിവസമുണ്ട്. അന്ന് യേശുക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തിക്ക് നിത്യജീവനിലേക്ക് പോകാൻ കഴിയും. എങ്ങനെയാണ് നമ്മൾ പാപികളാകുവാൻ കാരണമായത്? ആദ്യ മനുഷ്യനായ ആദാം അനുസരണക്കേട് കാണിച്ച നിമിത്തമാണ് പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായത്. ആദാം എന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിന് സാദൃശ്യമായിരുന്നു. ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ അനുസരണക്കേട് കാണിച്ച നിമിത്തം ദൈവത്തിൽ നിന്ന് മറിഞ്ഞിരിക്കുവാൻ ഇടവന്നു. മറിഞ്ഞിരിക്കുന്ന മനുഷ്യൻ തേടി ദൈവം വന്നു എന്നുണ്ടെങ്കിലും ദൈവിക സന്ദേശത്തിന് ഇന്നും മനുഷ്യൻ ഒളിച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള മനസ്സികമായ ശുശ്രൂഷകൾക്ക് മുന്നിൽ നിന്നും മനുഷ്യൻ ഒളിച്ചിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 3-20 വാക്യത്തിൽ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ കിട്ടുന്ന അവരുടെ കൂടെയും അവരുടെ കൂടെ അത്താഴം കഴിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നത്. മറഞ്ഞിരിക്കുന്ന മനുഷ്യനെ തേടിയാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പേ എന്തെങ്കിലും നിങ്ങളുടെ ശാപത്തെ പാപത്തെ മരണത്തെ വഹിക്കുവാൻ വേണ്ടി കൽവരി യാഗമാകുവാൻ സ്വർഗത്തിലെ സകല മഹിമയും മേടിച്ച് താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നമുക്ക് വേണ്ടി യാഗമാകുകയും കല്ലറെ ഭരിച്ചുകൊണ്ട് 3 നാൾ പുറത്തു വന്ന് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു പറഞ്ഞു പോയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മറുപടി ഈ ആസന്ന വേളയിൽ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് പാപിയായ ഒരു മനുഷ്യനാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപം എത്ര കടിച്ചുമപ്പാണെങ്കിലും അതിന് ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ പാപത്തെ മാറ്റുവാൻ എവിടെയും അലയേണ്ട ആവശ്യമില്ല, ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് പാപത്തെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തെ വെറുത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന ഒരു നല്ല യേശുണ്ട്. ആ ക്രിസ്തുവ യേശുവിന്റെ വചനമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ട് കിട്ടുന്ന സമയം, മടങ്ങി വരുവാൻ കിട്ടുന്ന സമയം, സുവിശേഷ സന്ദേശം കേൾക്കുന്ന സമയം നാം വൃതമാക്കി കളയരുത്. ഒരു മനുഷ്യന്റെ ജീവിതം എഴുതിയാൽ 20-80 വർഷക്കാലം തന്നിരിക്കുമ്പോൾ മരണം നിശ്ചയമാണ്. എപ്പോൾ മരണം കടന്നു വരിക നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ കഴിയുന്നല്ല. ഇന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വാർത്തകൾ, മരണങ്ങൾ, കുഞ്ഞുകുട്ടികളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലമായ 30 വയസ്സിൽ താഴോട്ടുള്ള മരണമാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മരണം വരുമ്പോൾ നാം തിരിച്ചറിയണം, യേശുക്രിസ്തുവിന്റെ വരവ് ആസന്നമായിരിക്കുകയാണ്. ഈ മരണത്തിന് മുന്നേ നമ്മുടെ രക്ഷ എവിടെയാണെന്ന് ഉറപ്പാക്കുവാൻ നമുക്ക് കിട്ടുന്ന സമയം നാം വൃതമാക്കി കളയാതെ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നത് രക്ഷാ ദിവസം, ഈ നിമിഷമാണ് നമുക്കുള്ളത്. അടുത്ത നിമിഷം നമ്മുടെയാണെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയുന്നില്ല എന്നുള്ള സത്യ ആ സന്ദേശം കേട്ടുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് മനം തിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയാണ്. മടങ്ങി വരുവാൻ കിട്ടുന്ന സമയം നാം വൃതമാക്കി കളയരുത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ഈ ഒരുപക്ഷെ കേൾക്കുവാൻ കഴിഞ്ഞു വരികയില്ല. മരണത്തിന് മുന്നേ നിത്യരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ പരിധി കാണുന്ന ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടപ്പെടുന്നു എന്നാണ് വചനം പറയുന്നത്. ജീവന്റെ പുസ്തകത്തിൽ പരിധി കാണുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൗജന്യമായി രക്ഷയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ 16-ാം വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവ പ്രാപിക്കേണ്ടതിന് അവന് നൽകുന്നതക്കവണ്ണം ദൈവലോകത്തെ സ്നേഹിച്ച്, ആ സ്നേഹമാണ് ഞങ്ങൾ ഇന്നിവിടെ വിളിച്ചറിയിക്കുന്നത്. ഈ സ്നേഹത്തിലേക്ക് വരുവാൻ തന്നിരിക്കുന്ന ജീവരക്ഷ നഷ്ടപ്പെടുത്തി കളയാതെ നിങ്ങൾ വരാൻ വേണ്ടി ഈ സന്ദേശം അതിന് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അടുത്തമകലമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരുപക്ഷെ നിങ്ങളുടെ പേരുകൾ ഈ സമയമായിരിക്കും ജീവന്റെ പുസ്തകത്തിൽ എഴുതുക എന്നുള്ള ആ ഉത്തമ ബോധ്യവും ആ ഒരു വിശ്വാസവും
വാക്യവുമാണ് ഞങ്ങളുടെ വരുവാൻ കാരണമാക്കിയിരിക്കുന്നത്. എന്റെ വചനം അവൻ അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരികയില്ല എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആയതിനാൽ ഈ സന്ദേശം നിങ്ങളുടെ മേൽ, നിങ്ങളുടെ തലമുറയുടെ മേൽ അതിൽ വിടുതലായി മാറുവാൻ, രക്ഷകനായ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ മുഖാന്തരമാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു.